ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ തന്ത്രി കണ്ഠരര് രാജീവരടക്കം 11 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഹൈക്കോടതിയുടെ നിർണായക ഇടപെടലിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. അനുമതിയില്ലാതെ സ്വർണം പൂശാൻ കൊണ്ടുപോയതായി ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചതോടെയാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിന് തുടക്കമായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അനുമതിയില്ലാതെയാണെന്ന് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചതോടെയാണ് വിവാദമായ സ്വർണ്ണ കവർച്ചാ കേസിന് തുടക്കമാകുന്നത്. ശ്രീകോവിലിലെ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് 2018 മുതലുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. തുടർന്ന് രേഖകൾ പരിശോധിച്ച കോടതി പാളികളുടെ തൂക്കത്തിൽ വ്യത്യാസം കണ്ടെത്തുകയും വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇതോടെയാണ് സ്വർണ്ണ കവർച്ചയുടെ ഇടനിലക്കാരായി കരുതപ്പെടുന്ന മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് ഉയർന്നു വന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം താൻ ശബരിമലയിലേക്ക് നൽകിയിരുന്നുവെന്നും അത് കാണാനില്ലെന്നും പോറ്റി മൊഴി നൽകിയിരുന്നു. പിന്നീട് ഈ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ 2019-ലും സമാനമായ രീതിയിൽ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയെന്നും സ്വർണം പൂശിയത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചതെന്നും കണ്ടെത്തി. ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖാ നിർമ്മാണം, സ്വർണ്ണ ദുരുപയോഗം എന്നീ കുറ്റങ്ങളാണ് SIT പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 2019-ൽ ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളും ശ്രീകോവിലിന്റെ കട്ടിളയും സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായി ഹൈക്കോടതി നിരീക്ഷിക്കുകയും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. സ്വർണം പൂശലും മറ്റ് നവീകരണ പ്രവർത്തനങ്ങളും നടന്ന വേളയിൽ ഗൂഢാലോചന, വിശ്വാസവഞ്ചന, വ്യാജരേഖാ നിർമ്മാണം, സ്വർണം ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ നടന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി. ഇതിനെ തുടർന്ന് കവർച്ചയുടെ പ്രധാന ഇടനിലക്കാരനെന്ന് സംശയിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെയാണ് അഴിമതിയുടെ ഒരു വലിയ കണ്ണിയിലേക്ക് അന്വേഷണം നീണ്ടത്. അന്വേഷണം പുരോഗമിക്കുന്തോറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മുൻ ബോർഡ് അംഗങ്ങൾക്കും ഈ കവർച്ചയിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. സ്വർണത്തിന് പകരം ചെമ്പ് ഉപയോഗിച്ച് ഭക്തരെയും സർക്കാരിനെയും കബളിപ്പിക്കാനുള്ള ആസൂത്രണം നടന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കുകയും അവയ്ക്ക് പകരം ചെമ്പുപാളികൾ എന്ന് ഔദ്യോഗിക രേഖകളിൽ ബോധപൂർവം തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് കവർച്ച സുഗമമാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPA നേതാവുമായ A. പത്മകുമാർ അടക്കമുള്ള അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്യുകയും ചിലരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ ഒരു ഭാഗം കേരളത്തിന് പുറത്തുള്ള വിവിധ ജ്വല്ലറികളിൽ വിറ്റഴിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വിവിധ വകുപ്പുകൾ ചുമത്താൻ കാരണമായി. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു പുണ്യക്ഷേത്രത്തിലെ സ്വർണം തട്ടിയെടുത്ത് അതീവ ഗൗരവത്തോടെയാണ് കോടതിയും സർക്കാരും ഈ ഒരു നീക്കത്തെ കണ്ടത്. തുടർന്ന് ഈ കേസിലെ സ്വർണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി EDയും കേസിൽ ഇടപെട്ടതോടെ കേസ് ഒരു അന്തർ സംസ്ഥാന ബന്ധമുള്ള കുറ്റകൃത്യമായി മാറുകയായിരുന്നു.